ഹലോ ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് സ്റ്റൈലായി നടക്കാനായി ഒരു സ്റ്റൈലിഷ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. താഴെയിൽ ഫ്രില്ല് വരുന്ന ഒരു നൈറ്റിയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കാം. ഷോൾഡർ 13, ചെസ്റ്റ് 34, വെയ്സ്റ്റ് 32, ഹിപ്പ് 39, ലെങ്ത്ത് വന്നത് 47. ഇതാണ് നമ്മളിന്ന് കട്ട് ചെയ്ത് തയ്ക്കാൻ പോകുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ്സ്. നമുക്കിനി കട്ടിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തുണി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തുണി എങ്ങനെയാണ് മടക്കേണ്ടതെന്നൊക്കെ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊന്ന് മെറ്റീരിയൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ കട്ട് ചെയ്യണേക്കുമ്പോൾ മെറ്റീരിയൽ അയൺ ചെയ്യാറുണ്ട്. ഇതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ മെറ്റീരിയലൊക്കെ മടക്കിയെടുക്കുക. ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ ഇതുപോലെ നമുക്ക് കട്ടിങ് ടേബിളിലേക്ക് തുണി നന്നായി ഫോൾഡ് ചെയ്ത് വിരിച്ചിടാം. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തൊന്ന് മറച്ച് നമുക്കിപ്പോൾ ഫ്രില്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ സൈഡിലേക്ക് ഞാൻ മെറ്റീരിയൽ ഇട്ടാക്കുന്നത്. നമ്മുടെ ഫ്രിൽസിന് ഒരു 7 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കണേ. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 8 ഇഞ്ച് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മൂന്നെണ്ണം വേണം നമുക്ക് എപ്പോഴും ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണവും കൂടി നമുക്ക് എക്സ്ട്രാ വേണം. ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ച് മെറ്റീരിയൽ മുകളിലത്തെ ഇങ്ങനെ മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ ഒരെണ്ണം ഇതുപോലെ എടുത്ത് നമുക്ക് അളവിൽ തന്നെ ഒരു ഫ്രില്ലിനും കൂടി വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു പീസ് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് ആ വലിയ പീസിൻ്റെ ഒപ്പം നമുക്ക് വെക്കാം. അത് ജോയിൻറ്റ് ചെയ്യാനുള്ളതാണ്. ഓരോ പീസിൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ജോയിൻറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ സ്റ്റിച്ചിൻ്റെ സമയത്തൊക്കെ നമുക്ക് വേഗം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് മാറ്റി വെക്കണേണ്. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ബോഡി പോർഷനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മെറ്റീരിയൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തുകൊണ്ട് ഇത്തിരി വേരിയേഷൻ വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്നും കൂടി ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കട്ടിങ് ടേബിളിലേക്ക് ഇടാം. 47 ടോട്ടൽ ലെങ്ത്ത് വന്നത്. നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 40. അതിൻ്റെ ഒപ്പം നമ്മുടെ തുണിയെല്ലാം നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. എനിക്കിപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് കിട്ടണോണ്ട് ഞാൻ 2 ഇഞ്ചും കൂടി അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 42 ഇതുപോലെ അടയാളപ്പെടുത്തി സ്ട്രെയിറ്റായിട്ട് വരച്ച് ഈ വരയിലാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. ഈ ഫോൾഡ് ചെയ്ത വശത്താണ് സ്ലീവൊക്കെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഷോൾഡർ അടയാളപ്പെടുത്തണമെങ്കിൽ സ്ലീവൊക്കെ നമുക്ക് വൃത്തിക്ക് കട്ട് ചെയ്യാം. ഷോൾഡർ 6.5, ഷോൾഡർ തന്നെ കൈക്കുഴി നമുക്കിതുപോലെ താഴേക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് വരയ്ക്കാം. ആ പോയിൻറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് നമുക്ക് ചെസ്റ്റിൻ്റെ 9.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കാം. 34 അതിനോട് 4 ഇഞ്ച് കൂട്ടി 38, അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9.5. നമുക്ക് ഷോൾഡറിൽ നിന്ന് വെയ്സ്റ്റിലേക്കും ഹിപ്പിലേക്കുള്ള ലെങ്ത്ത് ഇതുപോലെ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് വെയ്സ്റ്റ് റൗണ്ട് അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്ക് എത്രയാണോ വേസ്റ്റ് അതിനോട് 2 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. കാരണം ബാക്കിലൊക്കെ ഇത്തിരി ഭംഗിയിൽ ഷേപ്പിലൊക്കെ നിന്നാലും രസം ഉണ്ടാവുള്ളൂ കാണാൻ. പിന്നെ നമ്മുടെ ഹിപ്പിനോട് 4 ഇഞ്ച് ആഡ് ചെയ്യണം. നമുക്കല്ലെങ്കിൽ വീട്ടിലൊക്കെ നിൽക്കണമല്ലേ, അധികം ടൈറ്റ് വേണ്ട. ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇനി താഴേക്ക് ഇതുപോലെ ഡൗൺ ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി വരയ്ക്കാം. ആ പോയിന്റിലെത്തുമ്പോൾ ഒരു 4 ഇഞ്ച് ഇങ്ങനെ താഴേക്കൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഷേപ്പൊക്കെ കിട്ടും. ബോഡി പോർഷൻ്റെ വരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴേന്ന് ഒരു മുകളിലേക്ക് 2.5 ഇഞ്ചോ 2.5 ഇതുപോലെ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്യണം. നമ്മൾ തയ്ച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ താഴെ
സൈഡിൽ തൂങ്ങിക്കിടക്കും. അതില്ല, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനും എല്ലാത്തിനും ഒത്തിരി നന്ദി. നമുക്കിത് കൊറിയർ സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ മെറ്റീരിയലൊക്കെ നമുക്ക് വാട്സപ്പ് ത്രൂ അയച്ച് നമുക്കിതുപോലെ കൊറിയർ ചെയ്ത് തരുന്നതൊക്കെ ആയിരിക്കും. ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പോർഷനിൽ വേണം സ്ലീവ് കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ 5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കണത്. ചെറിയൊരു കൈയെ ഞാൻ കൊടുക്കണുള്ളൂ. നമുക്ക് ചൂടൊക്കെ അല്ല, ആ സമയത്ത് കൈ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലെ 5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി ഇതുപോലെ 8.5 ഇഞ്ച് സ്ട്രെയിറ്റ് വരച്ച് അവിടെ നിന്ന് 2.5 ഇഞ്ച് താഴേക്ക് ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ ആ 2.5 ഇഞ്ച് വരച്ചതിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് ചെറിയൊരു പഫ് സ്ലീവിന് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് എനിക്ക് തുണി അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഫിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷേപ്പിൽ വരച്ചെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോഡി പോർഷൻ, സ്ലീവ്, ഫ്രില്ലിന്, പിന്നെ നെക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഹക്കോബ, ലേസ് എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള ചെറിയ പീസും ആ വലിയ പീസിൽ ഒരെണ്ണവും കൂടി ഇതുപോലെ ഒരു പോർഷനിലേക്ക്, ഫ്രണ്ടിലേക്കുള്ള പോർഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. രണ്ടാമത്തെ പീസും ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും വേണ്ടിയിട്ട് ക്രോസ് പീസ് ആവശ്യമുണ്ടല്ലോ, അത് ഞാനിതുപോലെ നമുക്ക് കട്ട് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് എടുക്കുകയാണ്. ഇത് സ്ട്രെയിറ്റ് അല്ല, ചരിച്ചാണ് നമ്മൾ വരച്ചൊക്കെ വെട്ടിയാക്കണം. എൻ്റെ ബാലൻസാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വരച്ച് വെട്ടിയെടുക്കാം. ക്രോസ് പീസ് വെട്ടുമ്പോൾ സ്ട്രെയിറ്റുള്ള തുണിയിൽ നിന്ന് വെട്ടരുത്, ഇതുപോലെ ചരിഞ്ഞ തുണിയിൽ നിന്ന് വേണം വെട്ടിയെടുക്കാൻ. അപ്പോൾ ക്രോസ് പീസ് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആവും, നമ്മൾ വലിക്കുമ്പോൾ നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. ഇനി ഞാൻ ക്രോസ് പീസ് തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കണേണ്. എക്സസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പം നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. ഞാനെപ്പോഴും കട്ട് ചെയ്യണ സമയത്ത് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് വെട്ടിയെടുക്കാറുള്ളൂ. ഇനി നെക്ക് വിഡ്ത്ത് 3, താഴേക്ക് 9. ഞാൻ നേരത്തെ കട്ടിങ്ങിൻ്റെ സമയത്താണെന്ന് പറഞ്ഞതെന്നൊരു സംശയമുണ്ട്. സ്റ്റിച്ച് ചെയ്യണ സമയത്താണ് ഞാൻ എപ്പോഴും കൈക്കുഴി വെട്ടിയെടുക്കാറ് കേട്ടോ. മാറിപ്പോയാന്നൊരു ഡൗട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കഴുത്ത് വി ഷേപ്പിൽ വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 10 കൊടുത്തത് നിങ്ങൾക്ക് 12 എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അത് നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ക്രോസ് പീസ് നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ക്രോസ് പീസ് എടുത്തപ്പോൾ ചെറിയൊരു കട്ടിങ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, നമുക്കതൊന്ന് ശ്രദ്ധിച്ച് തയ്ച്ചെടുത്താൽ മതി. ഇതുപോലെ ബീഡ കുനിപ്പിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ കുത്തി നിർത്തി ഫോൾഡ് ചെയ്ത് മെറ്റീരിയൽ ക്രോസ് പീസ്
ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുക്കാം. കട്ടിങ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് തുണി മറച്ചിടുമ്പോൾ ചുളിവൊന്നുമില്ലാണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അയൺ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് ലേസൊക്കെ വെക്കണോണ്ട് ഞാൻ അയൺ ചെയ്യണമൊന്നുമില്ല. ഇപ്പോൾ ഒരു നോർമലായിട്ട് സ്റ്റിച്ചിട്ട് പോണേണ്. നമ്മൾ ലേസൊക്കെ ഒന്നും വെക്കണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇപ്പോൾ ലേസൊക്കെ വെക്കണോണ്ടാണ് ഞാനങ്ങനെ അത് അയൺ ചെയ്യാണ്ട് അങ്ങോട്ട് തയ്ച്ച് പോണത്. അതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അയൺ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ആ നെക്കൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കുള്ളൂ അയൺ ചെയ്ത് തയ്ച്ച് കഴിഞ്ഞാൽ. ഞാൻ ആ ക്രോസ് പീസ് ഒന്ന് വലിച്ചു പിടിച്ചാന്നൊരു ഡൗട്ടുണ്ട്. അതാണ് ഒരു ചുളിവ് വന്നത്. കുഴപ്പമില്ല, നമ്മൾ ലേസ് വെക്കുമല്ലോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള അക്കോബ മെറ്റീരിയലിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ മടക്കി തയ്ച്ച് അത് ഭംഗിയിലെടുക്കുന്നുണ്ട്. ഇത് 1 മീറ്ററിന് 150 രൂപയാണ് ഈ മെറ്റീരിയലിന് റേറ്റ് വന്നത്. അതിലും വില കൂടിയതുണ്ട്, പക്ഷെ ഞാൻ 150-ൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കത് മതിയല്ല, നൈറ്റി ഫ്രോക്കിനൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മതി. ഇതുപോലെ വിരിച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ 6.5 കൊടുക്കണത്. നമുക്ക് 2 സൈഡും 6.5 അടയാളപ്പെടുത്തി നമുക്ക് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ തയ്ച്ചപ്പോൾ ഒരു ചെറിയൊരു ചരിവ് വന്നിരുന്നു. നമ്മൾ വൈറ്റ് ഡിസൈൻ ചെയ്യുന്നില്ലേ ഹക്കോബ, അത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയായിരുന്നു. അത് ഞാൻ എന്നിട്ട് സ്റ്റിച്ച് അയച്ചതിന് ശേഷം സേഫ്റ്റി പിൻ കുത്തി വെച്ച് എന്നിട്ട് ഒന്നും കൂടി തയ്ച്ചെടുക്കുന്നതാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ സേഫ്റ്റി പിൻ കുത്തി വെക്കണം. അതാണ് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാണ്ട് കാണിച്ചത്. നമുക്കിനി ആ ലേസ് വെച്ച് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ആ വി ഷേപ്പിൽ മാത്രമല്ല, നമ്മുടെ ഹക്കോബ മുകളിൽ വരുന്നില്ലേ ആ ഒരു നെക്ക് പോർഷനിൽ അവിടെ ഞാനിതുപോലെ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നി എനിക്ക്. ഞാനതാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് ഞാൻ വെച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ ആ ഒരു ഭംഗി. ഞാൻ വോയിസ് ഓവർ ആവുന്ന സമയത്ത് പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. കാരണം നമ്മൾ വോയിസ് ഓവർ എപ്പോൾ ചെയ്യാനിരുന്ന് കഴിഞ്ഞാലും അത്രയും സമയത്ത് സൈലൻ്റ് ആയിരുന്നതായിരിക്കും. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും ഒത്തിരി ശബ്ദങ്ങൾ പുറത്തുനിന്ന് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. ലാസ്റ്റ് വന്നപ്പോഴേക്കും താഴെയിലത്തെ നൂല് തീർന്നായിരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിലും നമുക്ക് ആ ലേസ് വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. കണ്ട ഇപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്കുള്ള ഫ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഫ്രില്ലിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കണത്. നമുക്കല്ലാന്നുണ്ടെങ്കിൽ ഫ്രിൽ മെറ്റീരിയലിലേക്ക് ലോങ് സ്റ്റിച്ചിട്ട് നമ്മൾ വലിച്ച് ചെയ്യൂലേ,
അതുപോലെയൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാറുള്ളൂ. ഇതും ഭംഗിയാണ് കാണാനായിട്ട്. അറ്റം വരെ ഫ്രില്ലിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് പീസിലേക്ക് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. ബാക്കിലും ഫ്രണ്ടിലേക്കുമുള്ള ഫ്രിൽസൊക്കെ ഞാൻ റെഡിയാക്കി. ഇനി നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്താം. നമ്മളിപ്പോൾ ഫ്രണ്ടിലെപ്പോഴും എത്ര ഇഞ്ചാണോ എടുക്കുന്നത് വിഡ്ത്ത്, അതിനേലും ഒരു 2 പോയിൻ്റ് എപ്പോഴും നമുക്ക് കുറച്ചെടുക്കണം. എന്നാലും നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ. ഞാനിപ്പം 3.5 ഇഞ്ചാണ് താഴേക്ക് നെക്കിൻ്റെ വിട്ട് കൊടുക്കണേ. അതൊക്കെ നമുക്ക് സ്ക്വയർ ചെയ്ത് ഇതുപോലെ റൗണ്ടൊക്കെ വരച്ച് കട്ട് ചെയ്യാം. പിന്നെ ഒരു ക്രോസ് പീസ് എടുത്ത് നമുക്ക് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ചടിച്ച് നമുക്കൊന്ന് പതിപ്പിച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇത് പതിപ്പിച്ച് തയ്ക്കുന്നതാണ്. അപ്പോൾ സ്റ്റിച്ചൊക്കെ ഒന്നും വിട്ടു പോരില്ല, നല്ല സെക്യൂറായിട്ടിരുന്നോളും. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസും ഇതുപോലെ വെച്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്ക് പീസിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് ആ ക്രോസ് പീസ് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഷോൾഡർ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. രണ്ട് ഷോൾഡർ ഞാനിപ്പോൾ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ ക്രോസ് പീസ് ഉള്ളിലേക്ക് മറിച്ചിട്ടടിച്ച് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇത് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ഇതുപോലൊരു മാർക്ക് ചെയ്ത് ചെറിയ ചെറിയ ഇങ്ങനെ ഫ്ലീറ്റ് പോലെ ഇട്ട് കൊടുക്കണേന്. പഫിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ചെറിയൊരു പഫ് കിട്ടിയിട്ടുണ്ട്. 2 സ്ലീവും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു 3 ഫ്ലീറ്റ് വന്ന രീതിയിൽ ആ സൈഡും പിന്നെ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് ഞാൻ ഫ്രില്ലിട്ട് കൊടുക്കണേ. അപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുള്ളൂ. ഇതുപോലെ 2 എണ്ണത്തിനും ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ പഫ് സ്ലീവ് കാണാനായിട്ട്. നമുക്കിനി മെറ്റീരിയലിൻ്റെ ഷോൾഡറും നമ്മൾ നേരത്തെ സ്ലീവിന് മാർക്ക് ചെയ്ത ആ പോയിൻ്റും കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് താഴേക്ക് തയ്ച്ചെടുക്കാം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് കൈ കൂട്ടാറ്. നമ്മുടെ ഇണക്കം പോലെ 2ൻ്റെ അറ്റം വെച്ച് കൂട്ടി ഇങ്ങനെ എടുക്കണവരുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് മരുങ്ങ്. നമ്മൾ തയ്ച്ച് പഠിക്കണ സമയത്തും ചെയ്ത് ഇങ്ങനെയാണ് എനിക്കൊരു മരുങ്ങ് കിട്ടിയേക്കണത്. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ചെയ്യണേ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വല്ല വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലീറ്റ് മുകളിൽ ഇട്ട് കൊടുക്കുകയും, കൂടുതൽ കഴിഞ്ഞാൽ ഫ്ലീറ്റ് നമുക്ക് അഡീഷണലായിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് പൊട്ടിച്ച് നമുക്ക് അത് കറക്റ്റൊക്കെ ചെയ്തെടുക്കാം. 2 സ്റ്റിച്ചും കൂടെ നമുക്ക് 2 സ്ലീവും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം.
ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. നിങ്ങൾ തയ്ക്കുന്ന രീതി എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലും മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ ബോഡി പോർഷൻ കൂട്ടിയെടുക്കണേന് 2 സൈഡും ജോയിൻ്റ് ചെയ്യണേന്. ഇപ്പം എത്ര തയ്യൽക്കാരുണ്ടെങ്കിലും എല്ലാവരും തയ്ക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരുടെയും കട്ടിങ്സിനും സ്റ്റിച്ചിങ്ങും മെഷർമെൻറ്റ്സ് എടുക്കുന്ന രീതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ഞാൻ എനിക്ക് സക്സസ് ആയൊരു മെത്തേഡാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരണം. ഇപ്പം ഞാൻ ബാക്കിൽ ടക്കിട്ട് കൊടുക്കണേന് ബാക്കൊക്കെ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡറിൽ നിന്ന് താഴേക്ക് 9 ഇഞ്ച്, സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്കും 3.5 ഇഞ്ച്, ടക്കുകൾ തമ്മിലുള്ള അകലമാണ് 3.5 ഇഞ്ച് ഞാൻ പറഞ്ഞത്. ആ 9 മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴേക്കും ഒരു 9, 9-9.5 എടുക്കാം. നമ്മൾ ഇട്ടിട്ടൊക്കെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 9.5 എടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ടക്കിൻ്റെ സെൻറ്റർ ഇതുപോലെ സെൻറ്റർ കണ്ട് ആ സെൻറ്റർ പോയിൻ്റ് ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് 2 വശത്തേക്കും അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ചെടുക്കണം. അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. 2 വശത്തേക്കും ടക്കിന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽ നമ്മൾ ആ വരച്ച രീതിയിൽ ആ സെൻറ്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, അതിതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ആ ഷേപ്പിൽ വരച്ച രീതിക്ക് വെട്ടിയെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു ഷേപ്പ് കിട്ടാനാണ് നമ്മളിങ്ങനെ സെൻറ്ററിൽ ഒരു 1/4 ഇഞ്ച് 2 വശത്തേക്കും അടയാളപ്പെടുത്തി ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും ഒരു ഷേപ്പിലാണ് ആ വരുന്നത്. അപ്പോൾ നൈറ്റി നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി നൈറ്റിയാണ്. ഓണമൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല സുന്ദരികളായി നടക്കാൻ പറ്റിയ ഒരു നൈറ്റിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒരു ഫ്രില്ലും കൂടി വന്നപ്പോഴേക്കും അത് ഒന്നും കൂടി കാണാൻ എലഗൻ്റായി. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.